ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കാം. എഫേസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എഫേസ്യയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉള്ളടക്കമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പൗലോസ് അപ്പോസ്തലൻ 4 കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആ പ്രാർത്ഥന ഞാനൊന്ന് വായിച്ചു വിടാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. അതിലെ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 4-ാമത്തെ കാര്യമാണ് ഇന്ന് പഠിക്കാനുള്ളത്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും ഭൗത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 4 കാര്യങ്ങളാണ് അവർ അറിയാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അവരിൽ ഉണ്ട്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, അവരില് അത് ഉണ്ട്. അത് അവർ മനസ്സിലാക്കണം. പറയുന്നുണ്ട് ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, അകത്തെ കണ്ണ് പ്രകാശിക്കണം. 1-ാമത്തെ കാര്യം, അവർ ദൈവത്തെ അറിയണം. 2-ാമത്തത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. 3-ാമത്തത് ദൈവത്തിന്റെ സമ്പത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. 4-ാമത്തത് ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. പ്രയറിനെ പറയുന്ന പേര് പ്രയർ ഓഫ് എൻലൈറ്റൻമെന്റ് ആണ്. ശാക്തീകരണത്തിനുള്ള ശക്തി ലഭിക്കണം, അകത്തെ കണ്ണ് തുറക്കാനുള്ള ശക്തി ലഭിക്കണം. അതിനൊരു പ്രാർത്ഥനയാണ്. 1-ാമത്തെ കാര്യം നമ്മൾ പഠിച്ച് ദൈവത്തെ അറിയണം. അവർ ദൈവത്തെ കുറിച്ച് ആഴങ്ങളെ കുറിച്ച് അറിയണം. അവർക്ക് ദൈവ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ കൊടുക്കണം. അപ്പൊ അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവരെ ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് പ്രാപ്തരാക്കണം. അവർ ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കണം. അവർ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. 2-ാമതായിട്ട് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചിട്ട് അവർ വിളിയാലുള്ള ആശ എന്നതെന്നറിയണം. എന്ന് വെച്ചാൽ അവരുടെ അകത്തെ കണ്ണുകൾ തുറക്കണം, അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അതുകൊണ്ട് ആ ഹൃദയത്തിൽ നമ്മള് ദൈവത്തെക്കുറിച്ച് അറിവുകളൊക്കെ നമ്മള് എല്ലാം തലയിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഹൃദയത്തിൽ നിന്ന് അനുഭവമായി തീരണം. വിളിയാലുള്ള ആശ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത്, ആ വിളിച്ചിരിക്കുന്ന വിളിയിൽ തന്നെ ഒരു ആശയുണ്ട്. ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ 4-ാം അധ്യായത്തിൽ പറയുന്നു ഏക പ്രത്യാശയ്ക്കായി നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പൊ നമ്മെ വിളിച്ചപ്പോൾ തന്നെ അതിലൊരു ആശയുണ്ട്. ആ ആശ എന്ന് പറയുന്നത് ഒരേ ഒരു ആശയേ ഉള്ളൂ, അത് തൻ്റെ പുത്രന്റെ അനുരൂപതയോട് നാം ആയിത്തീരണം. അപ്പൊ 4-1 പറഞ്ഞ വിളിച്ച വിളിക്ക് യോഗ്യമാവണം. നമ്മൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ അതിന്റെ ഉപദേശവശങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ അതിന്റെ നമ്മൾ പ്രാക്ടിക്കലാ. അതുകൊണ്ട് അവിടെ പറയുന്ന വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കി ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പൊ നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്, ആ വിളിയിലൊരു ആശയുണ്ട്. ആ ആശ നമ്മൾ ജീവിതത്തിൽ കാണണം. നമ്മെ കാണുന്നവർ ആ ആശയിലാണ് നാം ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇവരിലെല്ലാം ഒരു ആശ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ദൈവത്തിനും വായിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അവരിൽ ദൈവം
ഒരു വിളിയിൽ ആശ വെച്ചിട്ടുണ്ട്, ആശ എന്താണെന്ന് അറിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അത് മുന്നോട്ട് പോകണം. അതിന്റെ ഒരു തേജസ്കരണത്തിലേക്ക് വരുമ്പോഴാണ് ആശ പൂർത്തിയാകുന്നത്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആശയിലേക്ക് നാം മുന്നേറിക്കൊണ്ടേയിരിക്കണം, വളർന്നുകൊണ്ടേയിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, വിശുദ്ധന്മാര് തന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ദൈവത്തിനൊരു നിക്ഷേപമുണ്ട്, അത് നാം അറിയണം. നമ്മെ വിളിച്ചപ്പോൾ തന്നെ ആ വിളിയിലൊരു പ്രത്യാശയുണ്ട്. ആ വിളിച്ചപ്പോൾ തന്നെ ദൈവം നമ്മളെ നമ്മളൊരു നിക്ഷേപം നിക്ഷേപിച്ചു. നമ്മൾ ആ ദൈവത്തിന്റെ നിക്ഷേപമാണ് നമ്മളല്ലേ. അപ്പം ദൈവം ആ നിക്ഷേപം ഉണ്ടാകുവാൻ വേണ്ടി വലിയൊരു വില കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. വലിയൊരു മുതൽ മുടക്കിയിട്ടാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അത് തന്നെ ഒരു വലിയ നിക്ഷേപമാണ്. അപ്പൊ ഇനി ആ പ്രത്യാശയുണ്ട്, നാം പുത്രന്റെ അനുരൂപമായി തീരണം. ആ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം നമ്മിൽ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഓരോരുത്തരും ദൈവം നാം ഇപ്പോൾ എങ്ങനെയാണ് എന്നറിഞ്ഞല്ല നമ്മെ വിളിച്ചത്, നാം ദൈവത്തിൽ അവസാനം എങ്ങനെയായി തീരും എന്ന് നമ്മെ കണ്ടിട്ടാണ് നമ്മെ വിളിച്ചത്. ഒരു കുശവൻ ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ആ കളിമണ്ണിന്റെ അവസ്ഥയൊന്നും അല്ല, അത് താൻ ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രത്തിന്റെ ഭംഗി മനസ്സിലാക്കിയാണ് ആദ്യം മുതൽ അതിനെ ഉണ്ടാക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ നാം അവസാനം എങ്ങനെയായി തീരും എന്ന് ആകുന്നതിനു വേണ്ടിയാണ് ദൈവം ഇപ്പോൾ നമ്മിൽ നിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദാവീദിനെ ഒരു ചെറിയ പയ്യനായിരിക്കുമ്പോൾ, ഒരു ആട്ടിടയച്ചക്കനായിട്ടിരിക്കുമ്പോൾ ആണ് ഇസ്രയേലിന്റെ രാജാവായിട്ട് ശമൂവേൽ എന്ന് അഭിഷേകം ചെയ്യുന്നത്, അല്ലെ? ഒരു കൊച്ചു പയ്യനെയാണ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ നോക്കി അന്നേരം രാജാവായോ? ഒരിക്കലുമില്ല. ശൗലിന്റെ കീഴെ നടന്നു, എന്തോ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബദ്ധപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്രയേലിന്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവം ആ രാജാവായി തീരുന്നത് വരെ അവനിൽ ശക്തി നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്, അല്ലെ? നമ്മൾ നോക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ സിംഹത്തെ കൊന്നു, കരടിയെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ദാവീദ് ചെയ്തതല്ല, ദാവീദിലുള്ള ദൈവത്തിന്റെ ശക്തിയാല് ചെയ്തതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ദാവീദ് അബ്ശലോമിനെ ഭയന്ന് പോകുന്നുണ്ട്, ശൗലിനെ ഭയന്ന് ഓടി പോകുന്നുണ്ട്. പക്ഷെ ദാവീദിന്റെ കൂടെ പോയവരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? ബുദ്ധിമുട്ടുള്ളവരും ബലഹീനരും മുടന്തന്മാരും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു കൂട്ടമായിരുന്നു ദാവീദിന്റെ കൂടെ. ചെറിയൊരു സമൂഹം, അല്ലെ? പക്ഷെ നമ്മൾ നോക്കിയാൽ ദാവീദ് ചെല്ലുന്നിടത്തൊക്കെയും ദൈവം വിജയം കൊടുത്തെന്ന് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വെള്ളച്ചാട്ടത്തെ പോലെ ദൈവം ദാവീദിന്റെ ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ എങ്ങനെയാ ദാവീദ് അങ്ങനെയായി തീർന്നെ? ആ ഒരു കുഞ്ഞ് ആട്ടിടയച്ചക്കനായ ദാവീദിനെ വിളിച്ച് ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ, തന്റെ പുത്രനെ ആ സിംഹാസനത്തിലൂടെ കൊണ്ടുവരാനായിട്ട്, ദാവീദിന്റെ സന്തതിയിലൂടെ കൊണ്ടുപോകാനായിട്ട് ദൈവം ദാവീദിൽ വലിയൊരു നിക്ഷേപം നിക്ഷേപിച്ചു. അപ്പൊ ദാവീദിനെ വിളിച്ചപ്പോ ഇടയച്ചക്കൻ എന്ന രീതിയിലല്ല ദാവീദിനെ വിളിച്ചത്. ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ രാജാവായി വാഴുന്ന ഒരു ദാവീദിനെ കണ്ടുകൊണ്ടാ ദൈവം മുഴുവൻ നിക്ഷേപിച്ചത്, അല്ലേ? നമ്മള് ഗിദെയോന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോഴേ, ഗിദെയോന് മിദ്യാന്റുമായി യുദ്ധത്തിന് പുറപ്പെടുമ്പോഴേ അപ്പം ആദ്യം ദൈവം ഗിദെയോനെ കാണുന്നുണ്ട്. ഗിദെയോൻ എന്താ ചെയ്തത്? ഗോതമ്പ് മെതിക്കുന്ന സമയത്ത് മുന്തിരിച്ചക്കിന്റെ അവിടെ പോയി ഗോതമ്പ് മെതിച്ചു. എന്തിനാ? മിദ്യാന്റെ കാണാതിരിക്കാൻ വേണ്ടി. ഭയശാലിയായ ഒരു ഗിദെയോന്. പക്ഷെ ദൈവം ആദ്യം വിളിക്കുന്നത് എന്തുവാ? പരാക്രമശാലി എന്നാ വിളിക്കുന്നത്, അല്ലെ? അവൻ ഗിദെയോൻ എങ്ങനെയായി തീരുമെന്ന് ദൈവം അറിഞ്ഞുകൊണ്ടാ വിളിക്കുന്നത്. അതുപോലെ തന്നെ അമൃത ഒന്ന് മ്യൂട്ടാക്കിയേക്കണേ. അപ്പൊ
ദൈവം അപ്പം ഗിദെയോനെ അറിഞ്ഞതുകൊണ്ട് തന്നെ, അല്ലെ എങ്ങനെയായിത്തീരും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഗിദെയോനിലെല്ലാം ധൈര്യമൊക്കെ സംഭരിച്ചത്. അതുപോലെ തന്നെ നാമും ആയിരിക്കുമ്പോൾ നാം പുത്രന്റെ അനുരൂപതയിലൂടെ ആകാനുള്ളവരാണ്. ആ നമ്മെ കണ്ടുകൊണ്ടാണ് ദൈവം ഓരോ ദിവസവും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഈ ലോകത്തിന്റെ അനുരൂപതയിൽ നിന്ന് നമ്മെ വിടുവിച്ച് മറ്റേ ബ്ലീഡിംഗ് ഹാർട്ട് വാങ്ങിച്ചതാ. അമൃത ബ്ലീഡിംഗ് ഹാർട്ടിന് ആ സമയം ചെയ്യണേ. നമുക്ക് വേണ്ടിയും ദൈവം ഇപ്പം അപ്പൊ ഈ ലോകത്തിന്റെ അനുരൂപതയിൽ നിന്ന് നമ്മെ വിടുവിച്ച് തേജസ്കരണത്തിലേക്ക് നമ്മെ നയിക്കണം, അല്ലെ? അതിനു വേണ്ടിയുള്ള എല്ലാ കൃപകളും ദൈവം ഓരോ ദിവസവും നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് താഴത്തെ ശക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി കഴിയും. അപ്പൊ വിശുദ്ധന്മാര് തന്റെ അവകാശത്തിന്റെ മഹിമാധനം, അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ മഹിമയ്ക്കായി തീരണം. അതിനു വേണ്ടി, കാരണം ദാവീദിനെ ഇസ്രായേലിലെ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ദാവീദിന്റെ എന്തെങ്കിലും ശക്തിയാണ് ദാവീദിന് പുകഴുവാനുണ്ട്. നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ദൈവത്തോട് ഏറ്റവും അടുത്ത് കുറ്റം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദൈവസന്ധി കവിണ്ണു വീഴുന്ന ഒരു ദാവീദിനെയാ കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് ദൈവത്തിന്റെ മഹത്വം അവിടെ എല്ലാത്തിലും കാണുന്നത്. കാരണം ഇത്രത്തോളം ദാവീദിനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അബ്രഹാം തെറ്റിട്ടുണ്ട്, എല്ലാവരും. പക്ഷെ അവരൊക്കെ തന്റെ തെറ്റുകളെ തിരിച്ചു പറഞ്ഞ് തങ്ങൾ ഒന്നുമല്ലാന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും കൊമ്പിട്ട് നമസ്കരിക്കുന്ന അവരെയാണ് കാണുന്നത്, അല്ലെ? അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായിരുന്നു. അപ്പൊ നാം ദൈവത്തിന്റെ അവകാശമാണ്. ദൈവം നമ്മൾ ഓരോ ദിവസവും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടി അവന്റെ തേജസ്സിൽ എത്തുന്നത് വരെ ആ നിക്ഷേപം ദൈവം നമ്മെ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാ? നാം തന്റെ പുത്രനോട് ഒരുമിച്ച്, പുത്രൻ തേജസ്സിൽ ഇരിക്കുന്ന സമയത്ത് നാമും അവനോടുകൂടെ ആ തേജസ്സിൽ ഇരിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മൾ ശക്തി നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായി കാണുവാൻ നാം ആഗ്രഹിക്കുന്നു, അവർ നല്ലവരായി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണമെന്നെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? നാം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ അവരായി തീരാൻ വേണ്ടി അവർക്ക് പഠനത്തുള്ള കാര്യങ്ങളും അവരുടെ വളർച്ചയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായും ഭൗതികമായും എല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ അവർ ആ രീതി നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരണമെന്ന്, അതുപോലെ തന്നെ സൃഷ്ടിതാവായ ദൈവം നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മിൽ ഇപ്പോഴും നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. നാലാമത്തത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഇനി നാലാമത്തെ കാര്യമാണ് ഇനി പറയുന്നത്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വലിയ കാര്യമാണ് ഇവിടെ പറയുന്നത്, പക്ഷെ നമുക്ക് മുറിച്ച് ഒന്ന് പറയാം. അപ്പൊ അവിടെ പറയുന്നത് ആ വിശ്വസിക്കുന്നവർക്കു വേണ്ടി ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരം, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി. അപ്പം വിശ്വസിക്കുന്നവരിലാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, ഇത് നിങ്ങളിൽ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറന്നിട്ട് നിങ്ങൾ ഇതൊന്ന് കാണണം, ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീരണം. അപ്പൊ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി, ഇംഗ്ലീഷ് പറയുന്ന എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അപ്പം നമുക്കറിയാം, നാം ശ്രദ്ധിച്ചു കേട്ടിരിക്കണം, നാം സർവശക്തനായ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും വലിയ ശക്തി, അതിലും വലിയ ശക്തി വേറെ ഒന്നുമില്ല. അപ്പൊ ആ ദൈവത്തിന്റെ അതേ ശക്തിയാണ് വിശ്വസിക്കുന്ന നമ്മിലും വ്യാപരിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ പറയുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല ആ ശക്തി നമ്മളുണ്ടോ എന്ന്. പക്ഷെ ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ ആ ശക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് വലിയ ശക്തിയാണ്, അത് അളവറ്റ ശക്തിയാണ്,
അത് മനുഷ്യന്റെ ചിന്താ മണ്ഡലത്തിനും അധീനമായ ശക്തിയാണ്. അപ്പൊ അത് വലിയ ശക്തിയാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് അളവറ്റ ശക്തിയാണ്, മനുഷ്യന്റെ ചിന്താ മണ്ഡലത്തിനും അതീതമായ ശക്തിയാണ്, അത് നിത്യമായ ശക്തിയാണ്, അത് ദൈവിക ശക്തിയാണ്, അത് നിത്യമായ ഡിവൈൻ ആൻഡ് ഇറ്റേണൽ. അപ്പം ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത്, നിത്യമായ ശക്തിയാണ്. ആ ശക്തിക്ക് ഒരു നാളും കുറവില്ല. അപ്പൊ ഈ ലോകത്ത് നമുക്ക് തുലനം ചെയ്യുവാൻ കഴിയുന്ന ഏതു ശക്തിയേക്കാളും മികച്ചതാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പോഴേ ആ ശക്തി നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ശക്തി ഡിനാമിക്സ് പവറാ, ഡൈനാമിറ്റിന്റെ പവറാ, ബോംബിന്റെ ശക്തിയാണ്. പക്ഷെ അതിലും വലിയ ശക്തിയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് ഈ അധ്യായം നമ്മൾ അവസാനം കാണുന്നുണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് ആ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും ഉയർപ്പിച്ചു. അപ്പൊ അതേ ശക്തിയാലാണ് ദൈവം നമ്മെയും രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെയും ദൈവം ഉയർപ്പിച്ചത് അതേ ശക്തിയാലാണ്. ആ ശക്തി ഇപ്പോഴും നമ്മിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ആ ശക്തിയെ കുറിച്ച് നാം അറിയാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 10:28-29 വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ശക്തിയെ കുറിച്ച് മനസ്സിലാകും. കാരണം ദൈവം നമ്മെ ഒരിക്കലും ആ ശക്തിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വായിക്കാം. ആടുകളുടെ ഇടയന്റെ ഒക്കെ കഥ പറഞ്ഞിട്ടാ പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും എന്നെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നമ്മെ ദൈവം തന്റെ രാജ്യത്തിലാക്കി കഴിയുമ്പോൾ, തന്റെ മക്കളാക്കി കഴിയുമ്പോൾ നമ്മെ ആർക്കും ആ ശക്തിയിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് കഴിയില്ല. കഴിയുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, പക്ഷെ നമ്മൾ ദൈവം ഒരു ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ആ ശക്തിയാൽ നമ്മെ ദൈവത്തിൽ നിന്നും പിടിച്ചു മാറ്റുവാനായിട്ട് കഴിയില്ല. നമുക്ക് കുറച്ച് താഴോട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്തിനാ ദൈവം തന്നേക്കുന്നത്? ദൈവത്തെ ആരാധിക്കാനാണോ തന്നേക്കുന്ന? കുറച്ച് പാട്ട് പാടി ഹല്ലേലൂയ പറയാനാണോ ദൈവം നമ്മെ ആ ശക്തി തന്നേരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്, നമ്മൾ ശക്തി കിട്ടിയേക്കുന്ന സാക്ഷികളാകുവാനാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ദൈവം ഉയർപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെ ആ രക്ഷയുടെ പാതയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് ഈ ശക്തിയാലാണ്. തേജസ്കരണത്തിൽ ഇപ്പോൾ നമ്മൾ വിശുദ്ധീകരണത്തിലായിരിക്കുന്നു, അതിലും ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ആ തേജസ്കരണത്തിലേക്ക് നമ്മൾ പോകുന്നത് വരെ ആ ശക്തി നമ്മൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഏറ്റവും ദൈവം ശക്തി തരുന്ന സാക്ഷിയാകാൻ ഒരു ശക്തി നമ്മൾ തരുന്നുണ്ട്. വായിക്കാം. എന്നാൽ 1:8, അപ്പോസ്തല പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. അപ്പൊ ശക്തി ലഭിക്കുന്നത് സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആ ശക്തിയാൽ ഞാൻ ഇപ്പോഴും പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് കൊലോസി ലേഖനം 1:28-29 വാക്യങ്ങളിൽ പറയുന്നത്. വായിക്കാം. കൊലോസി ലേഖനം 1:28-29 വായിക്കുന്നത്. അപ്പൊ നമ്മള് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ദൈവം കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോഴും നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ നമ്മളുടെ നമ്മളോട് ആരെങ്കിലും ദൈവവചനം പറഞ്ഞിട്ടല്ലേ നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നത്? അതുപോലെ നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് എടുക്കണം. അതിനു വേണ്ടി ദൈവം നമ്മൾ ശക്തി സംഭരിച്ചിട്ടുണ്ട്. ഓക്കെ,
കൊലോസ്യർ 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്ന ആരെ? ക്രിസ്തുവിനെ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിനെ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു, താൻ സാക്ഷിയാകുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസ് പറയുന്നുണ്ടോ തന്റെ ശക്തിയാലാണെന്ന്? അല്ല, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. അപ്പം സാക്ഷിയാകുവാൻ ശക്തി വേണം. ആ ശക്തിയാൽ മാത്രമേ സാക്ഷിയാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമുക്ക് വെറുതെ എന്തെങ്കിലും ചെയ്യാം, പക്ഷെ അതിനു വേണ്ടിയുള്ള ശക്തിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സാക്ഷിയാകുവാൻ, ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാനും അവൻ തന്റെ പുത്രന്റെ അനുരൂപതയിലേക്കായി തീരുവാനുമാണ് ദൈവം നമ്മളിൽ ശക്തി നിക്ഷേപിച്ചിരിക്കുന്നത്. റോമർ 8:11 പറഞ്ഞ യേശു ക്രിസ്തുവിനെ മരിച്ചവൾ ഉയർപ്പിച്ചവന്റെ അതേ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. വായിക്കാൻ റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കുക. അപ്പം നമ്മളിലൊക്കെ ഒരു ശക്തി ഉണ്ടല്ലേ. ആ ശക്തി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി തന്നെയാണ് നമ്മയും ഇപ്പോഴും നടത്തുന്നത്, നമ്മെ ഉയർപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെയും ആ ശക്തി അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാനായിട്ട് കഴിയണം. എഫേസ്യർ 3:20 നമുക്കറിയാം. 3:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തോ പ്രാർത്ഥന? അവരിലെ അകത്ത മനുഷ്യൻ ബലപ്പെടണം, അവര് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ വളരണം, പക്ഷെ ഇതിനു വേണ്ടി ദൈവം നിങ്ങളൊരു ശക്തി നൽകിയിരിക്കുന്നു. എഫേസ്യർ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അവിടെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യണം. അവരുടെ അകത്ത് മനുഷ്യൻ ബലപ്പെടണം, അവര് ദൈവത്തെ കുറിച്ച് അറിയണം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അവര് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോട് പറയും എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. എന്ന് വെച്ചാൽ അത് അന്നേരം കിട്ടുന്ന ശക്തിയല്ല, ഓൾറെഡി നമ്മിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. എങ്ങനെയാണ് നമ്മിലുള്ള ശക്തിയെ നാം മനസ്സിലാക്കുന്നത്? വെറുതെ ശക്തിയെ മനസ്സിലാകുമെന്നാണ് നമ്മൾ പറയുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അന്നേരം ഒന്ന് മനസ്സിലാവും നിങ്ങൾ ശക്തി ഉണ്ടെന്ന്. പക്ഷെ ഇത് ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോത്തേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസവും നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്ന്. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മൾ ശക്തി അധികമൊന്നും വ്യാപരിക്കത്തില്ല. ആ കേൾക്കുമ്പോൾ ഒരു ചിലപ്പം പറയും ഒരു എന്താ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് വരും. പക്ഷേ തുടർച്ചയായി വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് അനുസരിക്കുകയും ജീവിതത്തിൽ അനുഭവമാക്കുന്നവരുടെയും ജീവിതത്തിൽ അത് പ്രായോഗികമായി ആ ശക്തി അനുഭവിക്കാൻ കഴിയും. പലരും വചനം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പക്ഷെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം കരയുക ചെയ്യുന്ന, ഒന്നും അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തുകൊണ്ടാ? ആ കേൾക്കുന്ന വചനം അവരിൽ പ്രാവർത്തികമായി തീരുന്നില്ല, അവരത് അനുഭവിക്കുന്നില്ല. നാം ഈ ഓരോ വചനവും വായിക്കുമ്പോൾ അത് നമ്മിൽ അനുഭവമായി തീരണം. അനുഭവിച്ചു കഴിഞ്ഞിട്ടേ മറ്റുള്ളവരോട് പറയാനായിട്ട് ഇരിക്കാവൂ. അല്ല, പറയരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നാം ആ വചനം വായിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ശക്തി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളിലൂടെ നാം ആ ശക്തി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. നമ്മൾ ഇത്രയും വചനം വായിക്കുന്നുണ്ട്, വെറുതെ ദൈവം നമ്മളെ വായിച്ച് പഠിപ്പിച്ചങ്ങ് പോകുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ക്ലാസ്സിലും അപ്പായി തീരാൻ വേണ്ടി, ഓരോ അപ്ഗ്രേഡേഷൻ കിട്ടുന്നതിന് വേണ്ടി, അല്ലെ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് 1ാം ക്ലാസ്സിൽ ഒരു പരീക്ഷയുണ്ട്. നാം പഠിക്കുന്നതിന് അനുസരിച്ച് ദൈവം നമ്മൾ പരീക്ഷകൾ തന്നുകൊണ്ടേയിരിക്കും. ആ തന്നുകൊണ്ടേയിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ശക്തി മനസ്സിലായിക്കൊണ്ടേയിരിക്കും. നാം വീണ്ടും പഠിക്കും, നാം വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കും. ദൈവ വചനം കേൾവിയാലും വിശ്വാസം കേൾവിയാലും
കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നമ്മൾ ഈ വചനം എപ്പോഴും ഉപയോഗിക്കുന്ന എന്തോത്തിനാ? രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാ, അല്ലേ? നമ്മൾ എപ്പോഴും പറയും വചനം കേട്ടാ രക്ഷിക്കപ്പെടുന്ന. പക്ഷെ ആ വചനത്താലാണ് ആ വിശ്വാസമായി നമ്മെ പരിണമിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും വിശ്വാസം വർദ്ധിച്ചു വരുന്നത് ഈ ശക്തിയാൽ, ഈ വചനത്താലാ. അപ്പൊ നമ്മൾ വചനം പഠിച്ചാൽ, നമ്മൾ സ്വന്തമായി വചനം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദൈവം ആ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തിയെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മളുള്ള ശക്തി നാം ചോദിക്കും. നാം ശക്തി ദൈവത്തോട് ചോദിക്കണം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നമ്മൾ അത്യന്തം വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന, നമ്മൾ വ്യാപരിക്കുന്ന ശക്തി, നമ്മളൊരു ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ താഴെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ആ ശക്തിയാലാണ് ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചത്. ഒന്നിന്റെ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ച് പറയാൻ വേറെ ഏതേലും ഒരു ശക്തി ദൈവം പ്രയോഗിക്കാൻ ദൈവത്തിന് ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പുത്രനെ ഉയർപ്പിച്ച ശക്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തിന്റെ പുത്രനെ ഉയർപ്പിച്ച ശക്തിയാ നമ്മൾ വ്യാപരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കണ്ണു തുറന്ന് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയദൃഷ്ടിയും പ്രകാശിക്കാൻ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, 1:20 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, അങ്ങനെ അവൻ നമ്മിൽ വ്യാപരിച്ച അതേ ശക്തി അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ബാക്കി ഞാൻ വായിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ആ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ആ ശക്തി നമ്മൾ വസിക്കുന്നു. ആ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. നാം ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നപ്പോൾ, ഈ ലോകത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ നമുക്ക് ഈ ശക്തിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ നാം ദൈവമക്കളായി തീർന്നപ്പോൾ നമ്മിൽ ഈ ശക്തി എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ആ ശക്തിയാൽ നാം പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ സാൽവേഷനിൽ ഈ ശക്തി ഉണ്ടായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ദൈവം ഉയർപ്പിച്ചു. ഏത് ശക്തിയാൽ? 20 മുതൽ പറഞ്ഞ ആ ശക്തിയാൽ. 2-ാമത്തെ അധ്യായം തുടങ്ങുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെയും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, ആ ശക്തിയാലാണ് നമ്മെ ഉയർപ്പിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മെ കാക്കുന്ന ശക്തി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പാതയിലും നമ്മെ നടത്തുന്നത് ഈ ശക്തിയാണ്. നാം ഇപ്പോൾ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ആ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കണം. രക്ഷയിൽ നമ്മെ ദൈവം ക്രിസ്തുവിന്റെ ശക്തിയാൽ ഉയർപ്പിച്ചു. ആ ശക്തി നമ്മെ ഇപ്പോഴും കാത്തുകൊണ്ടേയിരിക്കുന്നു. വായിക്കാം, 1 പത്രോസ് 1:4-5. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന, കേട്ടില്ലേ? വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന, വിശ്വാസത്താലാണ് നാം ദൈവശക്തിയാൽ കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൽ നമുക്കൊരു അവകാശമുണ്ട്. അത് ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത ഒരു അവകാശമാണ്. ആ ആശയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഒരുക്കുന്നത്. ആ ശക്തിയിലേക്ക് നമ്മെ, ആ തേജസ്സിലേക്ക് നമ്മെ ഒരുക്കുവാൻ വേണ്ടി ദൈവം നമ്മിൽ ഇപ്പോഴും ശക്തി നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ശക്തി നമ്മിൽ എന്തിനാണ്? ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവിന്റെ ഫലം നമ്മളിൽ വളരണം, ഉണ്ടാകണം. ഗലാത്യലേഖനം 5:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലമോ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണമില്ല. ക്രിസ്തുവേശുവിനുള്ളവ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവേശുവിനുള്ളവരാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കുക. ആ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കണമെങ്കിൽ നമ്മിൽ ഈ ശക്തി വേണം. ആ ശക്തി ഇല്ലെങ്കിൽ
ആ ആത്മാവിന്റെ ഫലം നമ്മിൽ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ അനുരൂപതയിലായിരുന്നു ഒരു കാലത്തെ. ദൈവത്തിന്റെ അനുരൂപമായി നമ്മൾ വരേണ്ടതാണ്. ആ ആത്മാവിന്റെ ഫലം നമ്മിൽ നിറയണമെങ്കിൽ നാം നമ്മുടെ ജഡത്തെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മിലുള്ള ശക്തിയാലാണ്, നമ്മുടെ ബലത്താലല്ല. നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തിയാലാണ് നമുക്ക് ആ ഇതിനെയൊക്കെ ജയിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകക്കാരായിരുന്നപ്പോൾ നമുക്ക് ഈ ശക്തിയുടെ ആവശ്യമില്ലായിരുന്നു. നമ്മിലൊരു ആത്മീക ശക്തി നമ്മൾ ദൈവം തന്നിരിക്കുമ്പോൾ അതിനെ നിർവീര്യമാക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ വാർഫെയർ നമ്മളിലുണ്ട്, ഒരു സ്പിരിച്വൽ എനിമി നമുക്കുണ്ട്. നമ്മുടെ ആത്മീക ശക്തിക്കെതിരായി പോരാടുന്ന ഒരു ആത്മീക ശത്രു നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ശത്രുവിനെ എതിരിടാൻ നമ്മുടെ അത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. നാം എന്നും അഭിമുഖീകരിക്കുന്നതാണ്. ക്രിസ്തുവിന് അനുരൂപമായി പോകാനില്ലാത്തവർക്ക്, അല്ലെ പോകാതില്ലാത്തവർക്ക് ആ എതിർപ്പുകളൊന്നും ഇല്ല. അങ്ങനെയുള്ളവർക്കേ ഉള്ളു ഈ എതിർപ്പുകളൊക്കെ. ആ എതിർപ്പുകളെ നാം നേരിടുന്നത് ഈ ശക്തിയാലാണ്. സാത്താൻ നമ്മെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന്, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിനെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണമെന്ന് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ സർവായുധവർഗം എന്ന വിശ്വാസം, രക്ഷ, അങ്ങനെ വചനം, അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ സർവായുധവർഗം, ഇതെല്ലാമായിട്ട് ദൈവം നമ്മിലൊരു ശക്തി തന്നിട്ടുണ്ട്. ഈ ശക്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീക ശത്രുവിനോട് എതിരാടുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട്. അതുകൊണ്ടാണ് 20-ാം മുതൽ വാക്യങ്ങൾ പറയുന്നത്, കർത്താവിനെ ഉയർപ്പിച്ച് അവൻ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എല്ലാത്തിനും മീതിയിരിക്കും. അപ്പൊ നമ്മളത് താഴെ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോ, അപ്പൊ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർക്കാതിരിക്കാൻ കഴിയൊരു ശക്തിയും വ്യാപാരവും ഒക്കെ ഉണ്ടായിരുന്നു. ആ 4 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ കാര്യം ക്രിസ്തുവിനെ ഉയർപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി തന്നെ നമ്മളും ഇപ്പോഴും നമ്മളുമല്ല, നമ്മോട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ശക്തിയോടെ നാം എതിരിടണമെങ്കിൽ നമ്മളുള്ള ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആ ശക്തി മനസ്സിലാകണം. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ അയ്യോന്ന് കരയാനല്ല വേണ്ടത്. വചനം പഠിച്ച് നാം ആ ശക്തിയിൽ ബലപ്പെടണം. സാത്താന്റെ യന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്ത് നാം പോരാടണം. അതിനു വേണ്ടി ദൈവം നമ്മിൽ ശക്തി തന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടല്ലേ റോമാലേഖനം 8:26 മുതൽ പറയുന്ന, പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നമുക്ക് അറിയത്തില്ല, നാം ആ ശക്തിക്ക് വേണ്ടി നാം ഈ ലോകത്തിന്റെ അനുരൂപതയിലോട്ട് പോകുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മളിരുന്ന് പുത്രന്റെ അനുരൂപതയിലേക്ക് പോകാൻ വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കും, അല്ലേ? വായിക്കാം, റോമർ 8:26, 27. അപ്പൊ നമ്മളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി, അത് നമ്മൾ ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഗത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് അറിയുന്നു. അപ്പൊ നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ബലഹീനമായ ഇടത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് കഷ്ടങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പോരാട്ടങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാ? മരിച്ചവരിൽ നിന്ന് നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി. വായിക്കാം, 1:8 മുതൽ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു.
വിടുവിക്കുകയും ചെയ്യും. ഇനി മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ആശ വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ വിടുവിച്ചു, ആ ശക്തി മനസ്സിലായി. ഇനിയും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇനിയും ഞങ്ങളെ വിടുവിക്കും. അവൻ മേലാലും ഞങ്ങളെ വിടുവിക്കും. എന്താ? ആ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം അവർക്ക് ശക്തിയായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ആ ശക്തിയാൽ ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾ ആശ വച്ചിരിക്കുന്നു. അതൊരു വലിയൊരു പ്രത്യാശയല്ലേ? ആ വിശ്വാസത്താൽ പരിണമിക്കുന്ന, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി. അപ്പൊ അളവറ്റ ശക്തിയാണ് അത്. നമ്മൾ ദൈവം വ്യാപരിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം. നമ്മുടെ കണ്ണ് തുറന്ന്, അകക്കണ്ണുകൾ തുറന്നൊന്ന് വ്യാപരിച്ച് മനസ്സിലാക്കണം. ദൈവം നമ്മൾ ഒരു ശക്തി നിക്ഷേപിച്ചിരിക്കുന്നു എന്ന്. അപ്പം നമ്മുടെ ആ തേജസ്കരണത്തിലെ ശക്തിയുണ്ട്. റോമർ 8:11 പറയുന്നു, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി. അന്ന് ദൈവം നമ്മൾ യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നമ്മൾ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുക. അപ്പൊ നമ്മളെ രക്ഷിച്ച ശക്തി, നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ശക്തി, ഇന്നും പുത്രന്റെ അനുരൂപതയിലെ നടക്കാൻ വേണ്ടി നമ്മോട് പോരാടുന്ന സകലത്തെയും എതിർക്കുവാനുള്ള ശക്തി, അതുപോലെ വിശ്വാസത്തിൽ വളരുവാനുള്ള ശക്തി, പുത്രന് അനുരൂപമായ ശക്തി, ഇനി ആ പുത്രനോട് ഒത്ത് തേജസ്കരിക്കപ്പെടുവാനുള്ള ആ ശക്തിയും നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് കഴിയുന്നത്. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി ആ ഒരു വലിയ തേജസ്സിന്റെ പാതയിലേക്ക് ഞങ്ങളെ നടത്തും. കാരണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ബലഹീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഓരോ ദിവസവും ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ നടത്തുന്ന പുത്രന്റെ അനുരൂപതയിലേക്കാണ് നടത്തുന്നത്. നമ്മളെ പോലുള്ളവരൊക്കെയാണ് പൗലോസിനെ പോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി എപ്പോഴും ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? പക്ഷേ അതൊക്കെ അവരെ നടത്തിയത് എന്താ പറയുന്നത്, നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ചിലര് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ ഏറ്റവും തേജസ്സില്ലാത്ത നക്ഷത്രമായി തീരുമെന്ന ഒരു സംശയം വരുന്നത്. പൗലോസൊക്കെ വലിയ തേജസ്സുള്ള നക്ഷത്രമായി തീർന്നു നിൽക്കുമ്പോ, കാരണം അവരുടെ കഷ്ടതകളിലൊന്നും. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 5:5, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലേ നിത്യമായി ഞങ്ങൾക്കൊരു പാർപ്പിടമുണ്ട്. പക്ഷെ അതൊക്കെ അറിയണമെങ്കിലേ ആ നൊടിനേരത്തേക്കുള്ള ആ കഷ്ടം അനുഭവിച്ച 2 കൊരിന്ത്യർ 11 മുഴുവനായിട്ട് പറയുന്നുണ്ട് തന്റെ കഷ്ടം എന്തുവാണെന്നല്ലേ. എത്ര പ്രാവശ്യം അടികൊണ്ട് കപ്പൽഛേദത്തിലാക്കപ്പെട്ട് എണ്ണിയാ തീരാത്ത കഷ്ടങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അനുഭവിക്കുമ്പോഴും ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ബലഹീനാണെങ്കിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോ പുതുക്കം പ്രാപിക്കുന്ന പറയുന്നത്. ആ ഒരു ശക്തി, ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് പറയുവാനായിട്ട് കഴിയുള്ളൂ. വായിച്ചു പോകാം നമുക്ക്. ഞാൻ ഈ പറയുന്നതിൽ അധികമായ ദൈവത്തിന്റെ വചനത്തിലൂടെ അല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. വായിക്കാം. 2 കൊരിന്ത്യർ 5:1 മുതലുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കിട്ടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം മീതെ ധരിപ്പാൻ ഇച്ഛിക്കുന്നു. ഒരുവാനല്ല മർത്യമായത് നീങ്ങിപ്പോകരുത് മീതെ ഉടുപ്പിക്കുക ചെയ്യാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന ഏറ്റവും അത്യുത്തമമെന്ന് പൗലോസ് പറയുകയാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാ, പുറത്ത് യുദ്ധം അകത്ത് ഭയം, എങ്കിലും എലിവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെ ആശ്വസിച്ചെന്നൊക്കെ കൊരിന്ത്യലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൻ 2 കൊരിന്ത്യർ 4:10 ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വായിക്കുന്നു. എന്തിനു വേണ്ടിയാ യേശുവിന്റെ ഈ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നത്? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കേണ്ടത്. 2 കൊരിന്ത്യർ 12 നമുക്കറിയാം, എന്റെ ബലഹീനതകൾ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനകളിലും പ്രശംസിക്കുന്നു പറയുന്ന ക്രിസ്തുവിന് വേണ്ടി അതിസന്തോഷത്തോടെ കഷ്ടങ്ങൾ സഹിക്കുന്ന. എന്തിനാ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി എന്റെ ബലഹീനത തികഞ്ഞു എന്ന് അരുളിച്ചെയ്ത കർത്താവിന്റെ കൃപയും ശക്തിയും തന്റെ മേൽ വസിക്കേണ്ടതിന് താൻ ക്രിസ്തുവിനു വേണ്ടി ആ ബലഹീനതകളും കഷ്ടങ്ങളും ഒക്കെ സഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാൻ. 2 കൊരിന്ത്യർ 4:11.
ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. 14-ാമത്തെ വാക്യം. ഇതിനൊക്കെ പൗലോസ് ഒരു വലിയൊരു പ്രത്യാശയുണ്ട്. കർത്താവായി യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധി നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ സഹിക്കുമ്പോഴേ ഞങ്ങൾക്കൊരു ആശയുണ്ട്. കർത്താവായി ഞങ്ങളുടെ ഈ അകത്തെ മനുഷ്യനങ്ങ് പുറത്തെ മനുഷ്യനങ്ങ് ക്ഷയിച്ചാലുവേ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധി നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെയുള്ള അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുക. അപ്പൊ നമ്മിലും ദൈവം ഈ ശക്തി തന്നിട്ടുണ്ട്. നമ്മളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കേണ്ടതിന് നമ്മളുടെ ഹൃദയദൃഷ്ടിയും പ്രകാശിച്ചിട്ട് നാം ഇതൊന്ന് അറിയണം. നമ്മൾ ഈ ഒരു ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് റോമാലേഖനം 8:37, 38, 39 വായിക്കുന്നുണ്ട്. നമ്മിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. 8:37 റോമാലേഖനം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്കും ഉണ്ടാകണം. അപ്പൊ യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുക. ആ പ്രത്യാശയാലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നാം ഇതൊക്കെ അറിയണം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ഇല്ലാത്തതിനെ കുറിച്ചല്ല പ്രാർത്ഥിച്ചത്, അവർക്ക് ഇതെല്ലാം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. അവർ ദൈവത്തെ കുറിച്ച് അറിയണം, അവന്റെ വെളിയാലുള്ള ആശ അറിയണം, വിശുദ്ധന്മാരിൽ തന്റെ വല്ലഭത്തിന്റെ വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം അറിയണം, അവന്റെ ബലത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അവര് അന്നതെന്നും അറിയണം. ആ ശക്തിയാലാണ് ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ വ്യാപരിക്കുന്ന ആ ശക്തി നാം അറിയണം. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരത് അറിയണം എന്ന് പറയുന്നത്. ആ ശക്തിയെ കുറിച്ച് അറിയാനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ആ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. നമ്മിലൊരു ശക്തി ദൈവം വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ദൈവം നമ്മിൽ വ്യാപരിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ പകർന്ന അതേ ശക്തിയാലാണ് ക്രിസ്തുവിനെയും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത്. അപ്പോൾ ആ നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയെ കുറിച്ച് പറയുവാനായിട്ട് വേറൊരു എക്സാമ്പിളും പൗലോസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. തന്റെ പുത്രനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലോകം അതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച ശക്തി. റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയെ തകർത്ത ശക്തി, പാതാളത്തെ ജയിച്ച ശക്തി. ദൈവം ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്താൽ ഈ ലോകത്തെ ഉണ്ടാക്കിയ അതിൽ വ്യാപരിച്ച ശക്തിയേക്കാൾ അധികം, ചെങ്കടലിനെ വിഭാഗിച്ച ശക്തിയേക്കാൾ അധികമായ ഒരു വലിയ ശക്തിയാണ് ആ ദൈവത്തിന്റെ ശക്തി, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി. ആ ശക്തി ദൈവം നമ്മിലും
പകർന്നിരിക്കുന്നു. നമ്മൾ പറയുന്നുണ്ട് മരണപാശങ്ങളെ അറുത്തു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. അതുപോലെ തന്നെ പറയുന്നുണ്ട് മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വലിയ ശക്തിയാണ് നമ്മിലും ദൈവം തന്നിരിക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോഴേ യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കാതിരിക്കാൻ വേണ്ടിയും ഒരു ശക്തി അതിനെതിരെ പോരാടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വാഴ്ചകളും അധികാരങ്ങളും ശക്തികളും കർത്തൃത്വങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ ക്രിസ്തുവിനെ മരിച്ചതെന്ന് ഉയർപ്പിക്കാൻ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിനെതിരെ ഒരു ശക്തി പോരാടിക്കൊണ്ടിരുന്നു. ആ ക്രിസ്തുവിന്റെ ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും തടസ്സം ചെയ്യുവാൻ നോക്കിയ സകല ശക്തികളെയും തകർത്ത് കളഞ്ഞ ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് അതാണ് നമ്മള് കൊലോസി ലേഖനം 2:15 കാണുന്നുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ശക്തികളെയും ആ ക്രൂശിൽ വെച്ച് ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ശക്തി. അപ്പൊ അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. ആ ശക്തിയെ വിശദീകരിക്കാന് നമ്മൾ ആരും മതിയായവരല്ല. നമ്മുടെ വാക്കുകൾ ബലഹീനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന അവന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി ആർക്കും ഈ ലോകത്തിലെ 1 മീറ്ററിനും അളക്കുവാൻ കഴിയാത്ത ശക്തി. അപ്പം പൗലോസ് പറയുന്നുണ്ട് ആ മഹത്തായ ശക്തിയാണ് നമ്മിലും വ്യാപരിക്കും. വിശ്വസിക്കുന്ന ഓരോരുത്തരും വ്യാപിക്കുന്നത് ആ ശക്തിയാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ല്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിലാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ പറയുന്നുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല നിങ്ങൾ പറയുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനം എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പൊ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങൾ തന്നെ ഇരിക്കുന്നു. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാമും ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും ഒരു ആധാരമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ 1 കൊരിന്ത്യർ 15:23 പറയുന്നു ക്രിസ്തു ഉയർത്തതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ഉയർക്കപ്പെടും. 15:23 ഓരോരുത്തരും താന്റെ നിരയിലത്രേ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കിൽ. അപ്പം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു, അത് ആദ്യ ഫലമാണ്. അതുപോലെ ദൈവം നമ്മെയും ഓരോരുത്തരെയും ദൈവം ഉയർപ്പിക്കും. അപ്പം അതിന് അനേകം സാക്ഷികളുണ്ട്. പലരും പറയുന്നുണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ അതിന് അനേകം സാക്ഷികളുണ്ട്. പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കുന്നു, അപ്പോസ്തലന്മാർ സാക്ഷി നിൽക്കുന്നു, പൗലോസ് തന്നെ സാക്ഷ്യം പറയുന്നു. മത്തായി 28:6 ദൂതൻ പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ കിടന്ന സ്ഥലം കാണുവിൻ. അത് കാണുന്ന കർത്താവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്നുവരെയും തുറന്നു കിടക്കുന്നു. എല്ലാവരുടെ ഈ ലോകത്തിലെ വലിയ മഹാന്മാരുടെയൊക്കെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ക്രിസ്തുവിന്റെ കല്ലറ ഇപ്പോഴും തുടർന്നു കിടക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തു മരിച്ചെഴുന്ന ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ്, അവൻ അവിടെ ഇല്ല, അവനെ വച്ച സ്ഥലം ഇതാ എന്ന് പറയുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:3-ലും 6-ലും 9-ലും കർത്താവ് 3-ൽ പറയുന്നുണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ കർത്താവ് മരിച്ച ശേഷം അനേക പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അനേകം പ്രാവശ്യം 40 ദിവസത്തോളം അവരോടുകൂടെ ഉണ്ടായിരുന്നു.
നമ്മൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഓരോ ഞായറാഴ്ചയും കർത്താവ് അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടേ ഇരുന്നു. പൗലോസിന്റെ സാക്ഷ്യമാണ് ക്രിസ്തു. 1 കൊരിന്ത്യർ പെട്ടെന്ന് പറഞ്ഞു വിടുക, ഈ ഇതെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുക, വാക്യങ്ങൾ വായിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോകാം. അപ്പം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തിരുവെഴുത്തിൽ മുഖാന്തരം മരിച്ചടക്കപ്പെട്ട തിരുവചനപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസും സാക്ഷീകരിക്കുന്നു. അത് തിരുവെഴുത്തുകളുടെ കർത്താവിന്റെ വാക്ത അല്ല തിരുവെഴുത്തുകളുടെ പ്രവചനമാണ് ഇവിടെ സാക്ഷ്യമായി അത് നിവർത്തിയായത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തിരുവെഴുത്തുകളെ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട തിരുവചനപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന്. അത് അന്ന് കേഫാവിന് പ്രത്യക്ഷനായി, 10 പേർക്ക് ശേഷം എല്ലാവർക്കും പ്രത്യക്ഷനായി, യാക്കോബിന് പ്രത്യക്ഷനായി, 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി, അകാല പ്രജയായ എനിക്കും ഒടുവിൽ പ്രത്യക്ഷനായ സാക്ഷികൾ അനേകരുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാർ ഇതിനെല്ലാം സാക്ഷ്യം പറയുന്നുണ്ട്. ഇനി നമുക്ക് 20-ാം എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മിൽ വ്യാപരിക്കുന്ന അതേ ശക്തി, ആ ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ഇനി നമുക്ക് 21-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 21-ാമത്തെ വാക്യം, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനത്തിലും വിളിക്കപ്പെടുന്ന സർവ്വനാമത്തിലും അത്യന്തം മേലെയുണ്ട്. ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ, വലതുഭാഗം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എന്നത് അർത്ഥമല്ല. നമ്മൾ മനുഷ്യരുടെ രീതിയിൽ ഇങ്ങനെ പറയുന്നു, വലതുഭാഗം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. ആ വലതുഭാഗം എന്ന് പറയുമ്പോൾ അതിൽ അനേക കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. വലതുഭാഗം എന്ന് പറയുന്നത് നമ്മൾ എന്നത് ഒരു പദവിയുടെ സ്ഥാനമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവിനുള്ള ഒരു പദവിയുണ്ട്. അതുപോലെ തന്നെ ഒരു മഹത്വത്തിന്റെ സ്ഥാനമുണ്ട്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞ, ദൈവമേ ഞാൻ നിന്റെ മഹത്വത്തിൽ കണ്ടിരുന്നത് പോലെ ആ മഹത്വത്തിൽ ഇരിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. ഒരു മഹത്വത്തിന്റെ സ്ഥാനമാണ്. ഹീബ്രൂസ് 1:3 പറയുന്നുണ്ടെന്ന് വായിച്ചു പോകാം. എബ്രായ ലേഖനം 1:3-ഉം 4-ഉം വാക്യങ്ങൾ. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്തിൽ വായിക്കുന്നതിനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും, മഹിമയുടെ വലതുഭാഗത്ത് മഹിമയുടെ സ്ഥാനമാണ്. അടുത്തതിന് ശക്തിയുടെ സ്ഥാനമാണ്. മത്തായി 26-64 വാക്യം, അത് ശക്തിയുടെ സ്ഥാനമാണ്, വായിക്കുന്നില്ല. അത് പ്രമോദത്തിന്റെ സ്ഥാനമാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ 16:11 പറയുന്നു, അവന്റെ വലതുഭാഗത്ത് സന്തോഷ പരിപൂർണ്ണ, അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണ, അവന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആധിപത്യത്തിന്റെ സ്ഥാനമാണ്. അപ്പം വലതുഭാഗം എന്ന് പറയുന്നത് ഒരു സൈഡിനെ അല്ല, അല്ലെ ഒരു ഭാഗത്തിനെ അല്ല പറയുന്ന അത് പദവിയുടെ സ്ഥാനമാണ്, മഹത്വത്തിന്റെ സ്ഥാനമാണ്, ശക്തിയുടെ സ്ഥാനമാണ്, പ്രമോദത്തിന്റെ സ്ഥാനമാണ്, ആധിപത്യത്തിന്റെ സ്ഥാനമാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ദൈവത്തിന്റെ വചനം അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. വലത്തുഭാഗത്ത് എന്ന് പറയുമ്പോൾ വലതുഭാഗത്ത് എന്ന് പറയുന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. അപ്പൊ ക്രിസ്തു ഇരിക്കുന്നത് ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്ന് പറഞ്ഞ ആ വലിയ നല്ല പണ്ടുണ്ടായിരുന്ന അതേ മഹത്വത്തിൽ തന്നെ ക്രിസ്തുവിനെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തു ഇരിക്കുന്ന സ്വർഗീയ സ്ഥലങ്ങളിലാണ്. ദൈവത്തിന്റെ നിവാസ സ്ഥലമാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവരും ഈ സ്ഥലത്താണ് ആയിരിക്കുന്നത്. നമ്മള് കൊലോസ്യ ലേഖനം 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ള അന്വേഷിപ്പിൻ. നമ്മളെ ഇപ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോഴേ അത് ഇപ്പം നമുക്കുള്ള സ്ഥാനമാണ്. നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്തുവിലെ നിശ്ചിതന്മാർക്ക് സ്ഥാനമുണ്ട്, സെറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മളെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. എങ്കിൽ ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളെ ഉയർപ്പിച്ചാൽ, നമ്മള് മരിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിനോടുകൂടെ കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. 3:3 നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ 3:3, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു ദൈവം
ഉയർപ്പിച്ചിട്ട് എല്ലാം ദൈവത്തിന്റെ വലതുഭാഗത്തിരുത്തി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിന് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സർവനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുക. അപ്പൊ ഏത് ശക്തിയെക്കാളും ഈ ലോകത്തിലുള്ള ഏത് ശക്തി, അത് അധോലോകത്തിന്റെ ശക്തി ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേന എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. സാധാരണ ഇപ്പോഴും അവിടെ സാധാരണ ഇപ്പോഴും ദിവസത്തെ കിടക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ശക്തിക്കും മീതെ ദൂതന്മാരുണ്ട്, ദൂതസംഘങ്ങളുണ്ട്, കോടിക്കോടി ദൂതന്മാരുണ്ട്. അങ്ങനെ എല്ലാ ശക്തികൾ, അവർക്കൊക്കെ ശക്തിയുണ്ട്. ഒരു ദൂതന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ ഒറ്റ വാക്യം മാത്രം വായിക്കാം. ദൂതന്റെ ശക്തിയെ കുറിച്ച് 2 ശമൂവേൽ 24:15-16 ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ഞാൻ യെശയ്യാവിന്റെ പുസ്തകം 37-36 മാത്രം വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 37-36. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 180,000 പേരെ കൊന്നു. അപ്പൊ ഒരു ദൂതന്റെ ശക്തി 185,000 പേരെ കൊല്ലുന്ന ശക്തിയാണ്. അപ്പൊ 1,00,000 ചില്ലുവാനും ആൾക്കാരെ, 1,80,500 ആൾക്കാരെ കൊല്ലുന്ന ഒരു ശക്തി ഒരു ദൂതന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ശക്തികൾക്കൊക്കെ അത് എത്രയോ കോടാനുകോടി ദൂതന്മാരുണ്ട്, അധോലോകത്തിന്റെ ശക്തികളുണ്ട്. അതിനേക്കാൾ ഏറ്റവും വലിയ ശക്തി ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും ഏറ്റവും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇനി വരുവാനുള്ളതിലും ദൈവത്തിനൊരു ശക്തി, ക്രിസ്തുവിന് വലിയൊരു ശക്തി ഉണ്ടല്ലേ. അത് നമ്മൾ കാണാൻ പോകുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നു. 1:5 പറയുന്നുണ്ട്, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി, എല്ലാത്തിനും മീതെ ക്രിസ്തുവിനെ ആക്കി വെച്ച്, എല്ലാ ശക്തികൾക്കും അധികാരങ്ങൾക്കും മീതെ ക്രിസ്തുവിനെ ആക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു വാക്യം മാത്രം വായിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 19:6, 15, 16 വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 19:6, 15, 16 വാക്യങ്ങൾ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടതു. ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. 15, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്കവൻ മരിക്കുന്നു. 16 വാക്യം, രാജാവും കർത്താവ് എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവൻ രാജാവും കർത്താവുമായി കർത്താവ് വീണ്ടും വരും. മരിച്ചവരെ ഉയർപ്പിച്ച ശക്തിയാൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തിയാണ് അത്. ആ ശക്തിയാ ഉയർപ്പിച്ചിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാ നാമത്തിനും മീതെ ഉയർത്തി വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു, അവനെ സകലവും അവന്റെ കാൽ കീഴാക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി വെച്ചിരിക്കുന്നു. സകലവും അവനെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. നമ്മള് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണ് അത് കാണുവാനായിട്ട് കഴിഞ്ഞ. 15:25 മുതൽ 28 വാക്യം വരെ കാണുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത്, എല്ലാ ശത്രുക്കളെയും അവന്റെ കാൽ കീഴാക്കുവോളം വാഴേണ്ടതാവുന്നു. ഒന്നൊഴികെ, പിതാവായ ദൈവം ഒഴികെ സകലവും പുത്രന്റെ കാൽ കീഴായി തീരുന്ന ഒരു സമയമുണ്ട്. വായിക്കാം. 1 കൊരിന്ത്യർ 15:25 മുതൽ വാക്യങ്ങൾ. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ എന്ന് സ്പഷ്ടം. എന്നിട്ട് നമ്മൾ കാണുന്ന പിതാവ് മാത്രമാണ് പിതാവ് ഒഴികെ ബാക്കി എല്ലാം പുത്രനെ കീഴടക്കിയിരിക്കുന്നു. എന്നിട്ട് പുത്രൻ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ച് എന്ന് വായിച്ചു നോക്കിയ 28-ാം വാക്യം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തതിന് കീഴ്പ്പെട്ടിരിക്കും.
അനാ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളതാകിയാൽ നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. നമ്മൾ ഇതെല്ലാം പഠിക്കുന്ന, നാം ഇതെല്ലാം ചെയ്യുന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കും നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ കഴിവിനാലുമല്ല. അതുകൊണ്ട് നാം നമ്മെ തന്നെ, ദൈവത്തെ അറിയുന്നവർ നമ്മെ തന്നെ അറിയുവാനായിട്ട് ഞാൻ സൗമ്യതയും താഴ്മയുള്ളതാകെ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നാമും ആരുമല്ല ഈ ലോകത്തിൽ, ദൈവം നമ്മെ എന്തൊക്കെയാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നാം സൗമ്യതയോടെ ദീർഘക്ഷമയോടെ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിൽ ആ പ്രത്യാശയിൽ ജീവിക്കുക. വിളിച്ചെന്ന് വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കുക. അതുകൊണ്ടാണ് സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സകലത്തിനും മീതെ തലയാക്കി എന്ന് പറയുന്നുണ്ട്. സകലത്തിനും മീതെ തലയാക്കി, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തല. അപ്പൊ ആ ശരീരത്തിന്റെ തലയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് അവനെ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചതെന്ന് ഉയർപ്പിച്ച് ആ ദൈവത്തിന്റെ വലതുഭാഗത്തിരുത്തി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും വരുവാനുള്ള എല്ലാ നാമത്തിലും അത്യന്തം മീതെ ഇരുത്തിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ആ ക്രിസ്തുവിനെ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ അവകാശമാക്കി തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നിറയ്ക്കുന്നവന്റെ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള വലിയൊരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ്. അപ്പൊ ശരീരവും നമുക്കറിയാം, ശരീരവും തലയും തമ്മിലുള്ള ബന്ധം അല്ലേ? തല വെട്ടിക്കറിഞ്ഞ ശരീരത്തിന് യാതൊരു ജീവനുമില്ല. അതുപോലെ ക്രിസ്തുവിനെ നമ്മൾ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ജീവനില്ല. അപ്പം ആ ക്രിസ്തുവിനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മേലാക്കി വെച്ചിട്ട് തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് തന്നിരിക്കുക, നമുക്ക് തന്നിരിക്കുക. നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ പ്രതിവാദ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചും, കൊലോസി ലേഖനത്തിന്റെ പ്രതിവാദ വിഷയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുമാണ് അല്ലെ? അപ്പം ഇവിടെ നമ്മുടെ ശരീരം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ശിരസ്, നമ്മളെ തലയെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന എന്താ? നമ്മുടെ ശരീരത്തിന് ആജ്ഞകൾ കൊടുക്കുന്നത് തലയാ അല്ലെ? തല പറയുന്നത് അനുസരിച്ച് ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു കൊതുക് വന്നു കഴിഞ്ഞാൽ തല പറയും, അടിക്കാൻ പറയും. അതുകൊണ്ട് നമ്മുടെ കൈ അങ്ങനെ അടിക്കുന്നത് അല്ല, അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ പറയണം, നമ്മളും പഠിക്കുന്നത്, അപ്പൊ തലയാകുന്ന ക്രിസ്തുവിനനുസരിച്ചായിരിക്കണം ആ സഭയുടെ പ്രവർത്തനങ്ങളും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് ക്രിസ്തു നമ്മളോട് പറയുമ്പോൾ നാം അത് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ശരീരത്തില് തലയ്ക്ക് തമ്മിലൊരു ബന്ധമുള്ളതുപോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തലയും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തുവും തമ്മിലൊരു ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു സജീവമായ ബന്ധമുണ്ട്. നാം സഭയുടെ ഭാഗങ്ങളാണ്. സഭ എന്നാൽ ഒരു കെട്ടിടമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സത്യവിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭ. നിറവാണ്, ക്രിസ്തുവിന്റെ പരിപൂർണതയാണ് സഭ. അപ്പം നിറയ്ക്കുന്നവനാര്? ക്രിസ്തുവാണ്. സകലത്തെയും നിറയ്ക്കുന്നവൻ ക്രിസ്തു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സ്ഥലം, ക്രിസ്തുവിന്റെ പൂർണ്ണതയാണ് സഭ. സഭ ഇല്ലാതെ ക്രിസ്തു പൂർണ്ണമാകത്തില്ല. തലയില്ലാതെ ശരീരം പൂർണ്ണമാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവില്ലാതെ നാമും പൂർണ്ണമാകത്തില്ല, നാം ഇല്ലാതെ ക്രിസ്തുവും പൂർണ്ണമാകത്തില്ല. വിത്തൗട്ട് ക്രൈസ്റ്റ് ചർച്ച് ഈസ് നത്തിങ്, വിത്ത് ക്രൈസ്റ്റ് ചർച്ച് ഈസ് എവരിതിങ്. അപ്പം സഭ ക്രിസ്തുവിൽ പൂർണ്ണമാണ്, ക്രിസ്തു സഭയിലും പൂർണ്ണമാണ്. ഒത്തിരി വായിച്ചു വിടാനുണ്ട്. ഞാൻ 2, 3, 5 മിനിറ്റ് കൂടെ എടുക്കും, അതുകൊണ്ട് നമുക്ക് അധ്യായം തീർക്കാം. അപ്പം എഫേസ്യ ലേഖനം 4:15, 16 വാക്യങ്ങൾ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന സഭയോളം തലയോളം നമ്മൾ സകലത്തിലും വളരണമെന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാ വളരുന്നതും കൂടെ അവിടെ പറയുന്നുണ്ട്. 4:15, 16 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. എങ്ങനെയാ? ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചു
ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വചനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ആ തലയിൽ നിന്നാണ് ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളർച്ച പ്രാപിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു വൃക്ഷത്തിന്റെ വേരാണ് എല്ലാ താഴെയുള്ള പോഷകങ്ങളെയൊക്കെ ആഗിരണം ചെയ്യുന്നത്. ആ വേര് നല്ലതാണെങ്കിൽ മാത്രമേ ശരീരത്തിന് വളർച്ച, അതിന്റെ വൃക്ഷത്തിന് വളർച്ച ഉണ്ടാകുള്ളൂ. അപ്പൊ ക്രിസ്തുവാണേ നാം വളർച്ച പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എഫെസ്യർ 5:23 ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവാണ്. നമ്മൾ കൊലോസ്യർ 1:18 പറഞ്ഞത് അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനുമാകുന്നു. 2:19 തനയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചു ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ തലയിൽ നിന്നാണ് വളർച്ച പ്രാപിക്കേണ്ടത്. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം നിറയ്ക്കുന്ന ക്രിസ്തുവിന്റെ നിറവ് സഭയാണ്. അപ്പം നാം ക്രിസ്തുവിൽ സമ്പൂർണരായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ 17 യോഹന്നാന്റെ സുവിശേഷം 17 പറഞ്ഞു, ഇവരെല്ലാവരും ഒന്നാകണം, എന്നിൽ ഒന്നാവണം. നാം ഒന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിൽ ഒന്നായി തീരണം. അപ്പം സഭ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഏതാണ്ട് ഭൗതികമായ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇത് ആത്മീക ശരീരമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കൂടെ ആ ഒരു ആത്മീക ശരീരമാണ്. ശരീരമൊന്നും 12 ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിലെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആകുന്നത് പോലെ ആകുന്ന ക്രിസ്തു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്, അതുപോലെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ചേരും. ക്രിസ്തു തലയും നാം ശരീരവും. നമ്മുടെ തലയും നമ്മുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും പോലെയാണ് ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം. നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ മാറ്റിയാൽ നമുക്ക് ബലമില്ല. ക്രിസ്തുവിൽ നിന്ന് നമ്മെ മാറ്റിയാലും സഭ പൂർണ്ണമാകുകയില്ല. സഭ പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണ്. പറയുന്നുണ്ട്, അവൻ സഭയുടെ സമ്പൂർണതയാ. ക്രിസ്തുവിൽ നാം സമ്പൂർണരാണ് എന്ന് പറയുന്നുണ്ട്. നാം ക്രിസ്തുവിൽ വളരണം, ആത്മീക വർധന പ്രാപിക്കണം. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിലും ദൈവം ഈ ശക്തി നൽകിയിട്ടുണ്ട്. ആ ശക്തിയിൽ നാം വളർന്നേ ആ തലയിൽ നിന്ന് നാം ആ ശക്തി പ്രാപിച്ച് ആ ക്രിസ്തു എന്ന തലയോളം നാം വളരണം. നമ്മൾ ഓരോ ദിവസവും ആത്മീക വർധന പ്രാപിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ആ സഭയുടെ പൂർണ്ണമായ ആത്മീക വർധന പ്രാപിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ്. നാം ക്രിസ്തുവിൽ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ ഇല്ലാത്തതുപോലെ നാം ക്രിസ്തുവിൽ വസിച്ചിട്ടില്ലാതെ നമുക്കും ഫലം കായ്ക്കാനിടയില്ല. നമ്മിൽ നിന്ന് തലയെ വെട്ടി മാറ്റിയാൽ ശരീരവും ഒരു ജീവനില്ലാത്തതുപോലെ നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ മാറ്റിയാൽ ഒരു ബന്ധവുമില്ല. ക്രിസ്തുവിൽ നാം വളരണം. അതുകൊണ്ട് നാം ഞാൻ പറഞ്ഞു, ഇത്രയും അവർക്ക് വേണ്ടി ദൈവം പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ 1 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. അവര് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ് നിങ്ങൾ വ്യാപരിക്കുന്ന അവർക്ക് മനസ്സിലാവണം. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇതുപോലെ ഈ വചനം പഠിക്കുന്ന നമ്മളും മനസ്സിലാക്കണം. ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്ന. മുമ്പ് പറഞ്ഞതുപോലെ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും പറഞ്ഞ വചനം പഠിച്ച് ആ ശക്തിയുള്ള വിശ്വാസത്തിൽ നാം വളർന്ന് ദൈവത്തിന്റെ അനുരൂപം നമ്മൾ ഒരു ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. ആ ശക്തി നാം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം, വചരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ആ വിശ്വാസത്താൽ നമ്മൾ വ്യാപരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി നാം അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിൽ വളരണം. ദൈവം നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.